ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയാലോ നമുക്ക്. അതിനായി കുറച്ച് പേപ്പേഴ്സാണ് ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട്. ഇതൊരു പെട്ടിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഓർഗനൈസും ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കി അതിൽ വെക്കുകയും ചെയ്യാം. ഞാൻ ഇത് പാക്കിംഗ് ഫേക്ക് ഓർഡറിന് വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് പേര് പിങ്ക് തീമിൽ ചെയ്യുമോ, കാപ്പിബാറിൻ്റെ തീമിൽ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനൊക്കെ വേണ്ടി ഉണ്ടാക്കാം. അപ്പം നമുക്കൊന്ന് അത് കണ്ടാലോ. ഗായ്സ്, ഇതിൻ്റെ ഒരു വലിയ ഒരു സ്റ്റഡി ടേബിൾ ആയിരുന്നു ആദ്യം. ഇപ്പം ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കിയിരുന്നു. മറ്റേത് ചെറിയ ബെഡ് സ്റ്റഡി ടേബിൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരുക്കാണ്ട് അങ്ങനെ വീഡിയോ ഇട്ടതാണ്. ഇത് വലിയ ക്രാഫ്റ്റ് ടേബിളാണ്. ഇതിൻ്റെ ഐറ്റംസ് ഒന്നും ഇപ്പം കാണിക്കണില്ല. നമുക്ക് ഫസ്റ്റ് ഇത് ഒന്ന് ചെയ്യാം. ഫസ്റ്റാണ് പേജാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള സ്കെച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കളേഴ്സും എല്ലാം ഉണ്ട്. അതൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ രീതിയിൽ എങ്ങനെ ചെയ്യണമെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു സ്ട്രോബെറി കൊണ്ടാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരാം. ഗൈസ്, ഞാൻ ഒരു ബുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് പെന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ബോർഡർ ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് ലൈൻസ് ഇവിടെ കൂടെ ഇങ്ങനെ കേളായാണ്ട് വരച്ചെടുക്കാം. ഞാൻ ഫസ്റ്റ് വരച്ചിട്ട് കാണിച്ചത്. ഈ ലൈൻസ് ഒന്നും കുഴപ്പമില്ല, അത് പല ഉപകാരങ്ങളുണ്ടല്ലോ, അത് കണ്ട വെച്ചാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ലൈൻസിൻ്റെ ഇവിടെ കൂടെയൊക്കെ ഞാൻ ഈ ബോർഡർ ആയതുകൊണ്ട് ബ്ലാക്ക് പെൻ വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിന് വ്യത്യാസം. ഓക്കെ, ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറീസ് ഒന്ന് വരച്ചെടുക്കാം. അപ്പം ഞാൻ വരച്ചിട്ടുണ്ട്. ഗായ്സ്, ഞാൻ ഇങ്ങനൊരു സ്ട്രോബെറീസിന് വരച്ചിട്ടുണ്ട്. വല്ലാതെ പെർഫെക്റ്റ് ആയിട്ടില്ല. പിന്നെ യെല്ലോ ഒരു കുത്തിക്കുത്താൻ വരക്കാൻ മറന്നു പോയി. എൻ്റെ അടുത്തൊരു ഗ്ലിറ്റർ പെൻസ് ഉണ്ട്, അത് വെച്ച് ഞാൻ വരച്ചെടുക്കും. നിങ്ങൾ മറക്കാൻ നിൽക്കണ്ട. അപ്പം അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബ്ലൂബെറീൻ്റെ ഓരോ പിക്ചേഴ്സായി വരച്ചെടുക്കാം. അതിനായിട്ടുള്ള ഞാൻ ഒരു ബ്ലൂ കളറും ഈ ഗ്രീൻ കളറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ചെയ്ത മാതിരി ബോർഡർ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം. പിന്നെ ബ്ലൂബെറി എടുക്കാം. ബ്ലൂബെറി വരക്കാൻ എല്ലാവർക്കും അറിയില്ലേ, അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ പോളായിട്ട് ഏതോ യൂണിക്കോൺ ബ്ലൈൻഡ് ബാഗ് പൊട്ടിച്ചപ്പം പറഞ്ഞിരുന്നു ബാർബിയാണോ അതോ ഫ്രൂട്ടാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം അധികം വന്നിരിക്കുന്ന ബാർബിക്ക് തന്നെയാണ്, ഫ്രൂട്ടിന് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഈ ബാർബി ബ്ലൈൻഡ് ബാഗ് പൊട്ടിക്കും. ഗൈസ്, ഇപ്പം തന്നെ കണ്ടു വെച്ചോളൂ. ഞാൻ ആകെ ലോങ് വീഡിയോ ആകെ 2 ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ ലോങ് വീഡിയോ ആയി ഇടാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോ ലൈവായി അല്ല ലോങ് വീഡിയോ ആയി ഇടാം. പിന്നെ ലൈവ് ഇതുവരെയും ചെയ്തിട്ടില്ല. ലൈവ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കണ്. അതെന്നാന്നൊന്നും പറയില്ല, ഞാൻ അങ്ങനെ എന്നാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് നെയിം റൈറ്റിങ്ങിൻ്റെ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ലൈവ്. അപ്പം എല്ലാവരും ലൈവിൽ കയറണം കേട്ടോ. ഞാൻ ഉടനെ എന്തായാലും ലൈവിൽ വരുന്നതാക്കാറ്. അപ്പം ബ്ലൂബെറീസിൻ്റെ ഈ ഐറ്റംസ് വരച്ചിരിക്കണം. ഞാൻ ലീഫും കൂടി വരക്കാം നമുക്ക്. ഗൈസ്, നമുക്ക് 60 സബ്സ്ക്രൈബേഴ്സായി ഗൈസ്. ഞാൻ 58 ഇങ്ങനെ നിൽക്കായിരുന്നു. ഇപ്പം വേഗം 2 സബ്സ്ക്രൈബേഴ്സ് കൂടി. ഇപ്പം സന്തോഷമായി. ഞാൻ
പോസ്റ്റ് വഴി അത് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. ഇനി 100 സബ്സ്ക്രൈബേഴ്സ് ആവണേ, എന്നാൽ ഒരു ഗിവ് കുട്ടി ഗിവ് ഇനി ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഇതും കഴിഞ്ഞിട്ടുണ്ട്, ബ്ലൂബെറി ഈ പേപ്പർ. ഇനി നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഗ്രേപ്സ് ആണ്. അതിനാണ് ഈ ഗ്രീൻ ഇവിടെ തന്നെ നിൽക്കട്ടെ, ബ്ലൂ മാറ്റി പേർപ്പിൾ എടുക്കാം. ഇപ്പം പേർപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ സൈഡിലായി ഞാൻ കളർ വെച്ചിട്ടുണ്ട്, ആ സൈഡിലായിട്ട്. ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അപ്പുറത്തൊക്കെ ഇത്തിരി ക്രാഫ്റ്റ് ചെയ്യാൻ സ്പേസും ഉണ്ട്. ഇവിടെയൊക്കെ ഒരു കുപ്പി എന്ന് പറയാൻ പറ്റില്ല, സ്പ്രേൻ്റെ ബോട്ടിൽ, അതൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചേക്കണം ഇവിടെ. ഇത് ഞാൻ എൻ്റെ ഒരു ടൂർ പോയപ്പം പെന്ന് വാങ്ങിയതിന്, ആ പെന്നിൻ്റെ ആണ് ഗൈസ് ഇത്. പിന്നെ ഇത് സാനിറ്റൈസർ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെള്ളമാക്കി വെച്ചു. അപ്പം അത് ഫേക്ക് ഓർഡറിന് ഇങ്ങനെ എല്ലാവരും എടുക്കണം. അപ്പം ഞാനും എടുക്കുക വിചാരിച്ചിട്ടുണ്ട്, അവിടെ വെച്ചതാണ് ഗൈസ്. ഇനി ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ബ്ലൈൻഡ് ബാഗ് പൊട്ടിക്കണ വീഡിയോ എടുക്കും ഗൈസ്. ഞാൻ പിന്നെയും അതേമാതിരി ബോർഡർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം ആകെ 3 ചെയ്യണുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അതൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതും കൂടി ഒന്ന് വരക്കട്ടെ ഗൈസ്. അങ്ങനെ ഇത് ഞാൻ വരച്ചിട്ടുണ്ട്, പിന്നെ അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിൽ കുറച്ച് ഐറ്റംസായി ഞാൻ കാണിച്ചു തരാം. ഇതായി ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയതായിരുന്നു ആദ്യം. ഇപ്പോൾ സ്ക്വിഷീസൊക്കെ ഇട്ടേക്കാൻ തുടങ്ങി. അതിൽ ഇതൊക്കെ എൻ്റെ ബ്ലൈൻഡ് ബാഗെത്തിയും അല്ലാതെ വേറെ ഉണ്ടാക്കിയതൊക്കെ ആയിട്ടുള്ളൊരു സ്ക്വിഷീസാണ് ഗൈസ്. പിന്നെ മറ്റേതിലും ഇങ്ങനത്തൊരു നമ്മൾ കണ്ടിട്ട് അത് തന്നെയാണ് ഇത്. പിന്നെ കാർഡ് പറഞ്ഞാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് ഓർഡർ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താങ്ക് യു എന്ന് കൊടുക്കല്ല ആ ഐറ്റമാണിത്. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ ട്രൈ ചെയ്യണേ. ബൈ ബൈ.